ചക്ക കൊണ്ടൊരു ഹൽവ ഉണ്ടാക്കാം. അതിന് കുറച്ച് ചക്കയുടെ ചുള കുരു മാറ്റിയിട്ട് അതിനെ നന്നായിട്ട് അരച്ചെടുക്കണം. അരച്ചെടുത്തതിന് ശേഷം ഒരു മുറി തേങ്ങ പിഴിഞ്ഞ് അതിൻ്റെ പാലെടുക്കണം. അതിനകത്തോട്ട് 2 സ്പൂൺ അരിപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ആദ്യം അരച്ച് വെച്ച ചക്ക ഒരു ചീനിച്ചട്ടിക്കകത്തോട്ട് ഇട്ടിട്ട് നന്നായിട്ട് ഇതിനെ വഴറ്റണം. ആ നേരത്ത് നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാനായിട്ട് അടുപ്പിലോട്ട് വെക്കാം. ഒരിച്ചിരി വെള്ളം കൂടെ ഒഴിച്ചിട്ട് ശർക്കര പാവ് കാച്ചി എടുക്കണം. ഇത് ചക്ക ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെ അടിക്ക് പിടിക്കുവേ. അതിന് ശേഷം പാവ് കാച്ചിയ ശർക്കര ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഇതിനെ ഇളക്കണം. നന്നായി കൈവിടാതെ ഇളക്കി കൊടുക്കണം. അതിന് ശേഷം ഇതിനകത്തോട്ട് ശർക്കര നന്നായിട്ട് ഒന്നെല്ലായിടും ആയിക്കഴിഞ്ഞ് കുറച്ച് ഇളക്കിയതിന് ശേഷം ഇതിനകത്തോട്ട് 1 സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. നെയ്യ് ഒഴിച്ചു കൊടുത്ത് നന്നായി ഇളക്കുക. ഇളക്കിയിട്ട് കുറച്ച് ലേശം ഒരു ഉപ്പ് ഇതിനകത്തോട്ടിടണം. ഈ മധുരം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഒത്തിരി ഇടരുത്, ഒരു നുള്ളുപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കുക. നന്നായി ഇളക്കിയതിന് ശേഷം നമ്മൾ ആദ്യം എടുത്തു വെച്ച തേങ്ങാപ്പാലൂടെ ഇതിനകത്തോട്ട് മിക്സ് ചെയ്യണം. ഒരുവിധം ഇതിങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ആദ്യം കലക്കി വെച്ചിരുന്ന തേങ്ങാപ്പാലും അരിപ്പൊടിയും കൂടെ ഇതിനകത്തോട്ട് നമ്മൾ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇങ്ങനെ ഇളക്കി മിക്സ് ആക്കിയതിന് ശേഷം പിന്നെ നെയ്യ് ഒഴിച്ച് കൊടുക്കും. ഞാനൊരു 3-4 തവണ നെയ്യ് ഒഴിച്ച് കൊടുത്തായിരുന്നു. അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഒഴിച്ച് കൊടുത്ത് ഈ ഇങ്ങനെ തിക്കായിട്ട് വരുന്ന ഒരു പരുവമുണ്ടല്ലോ, ഇങ്ങനെയല്ല, പാത്രത്തിൽ നിന്ന് വിട്ട് വരണം. ഇങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇങ്ങനെ ഇരിക്കുക. ഇനിയും നെയ്യ് ഒഴിച്ച് കൊടുക്കണം. നെയ്യ് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് ഇതിനെ വഴറ്റണം. വഴറ്റി ഇതിനകത്ത് ഒട്ടും ഒരു വെള്ളമയം ഇല്ലാത്ത ഒരു പരുവം വരെ ഇതിനെ നമ്മളങ്ങ് വഴറ്റി റെഡിയാക്കി എടുക്കണം. ഈ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്ന പാത്രത്തിൽ നിന്ന് അടിയിൽ പിടിക്കാതിരിക്കാനും ഇങ്ങനെ പാത്രത്തിൽ നിന്ന് വിട്ടിങ്ങനെ കുഴഞ്ഞ് വരാനും വേണ്ടിയിട്ടാണ്. ഇത് ഞാൻ അധികം അരിപ്പൊടി ഒന്നും തന്നെ ചേർത്തിട്ടില്ല. ഇത് കൂടുതൽ ചക്ക തന്നെ കൊണ്ട് ഹൽവ ഉണ്ടാക്കുകയാണ്. അതുകൊണ്ടാണ് അത് ഇങ്ങനെ അധികം മുറുകാതെ ഇങ്ങനെ ഇരിക്കുന്നത്. ഇത് പക്ഷേങ്കിൽ ഇതിനകത്തോട്ട് ഇനി നമുക്ക് അല്പം ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മളത് തണുക്കുമ്പോഴത്തേക്ക് ഒരു നെയ്യ് തേച്ച ഒരു പാത്രത്തിനകത്തോട്ട് ഇതിനെ ലെവൽ ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുക. ഒരു 2-3 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ തണുപ്പെല്ലാം ചൂടെല്ലാം മാറിയിട്ട് ഇത് നന്നായിട്ട് സെറ്റായി കിട്ടും. ഒരു 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ അതിനെ പാത്രത്തിലോട്ട് ഇട്ടതാണിത്. എനിക്കിത് നന്നായിട്ട് അത് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇതിനകത്ത് ബദാം ഇട്ടിട്ടുണ്ടായിരുന്നു, കിസ്മിസ് ഉണ്ടായിരുന്നു, ഇലക്കിട്ട്, ഇതൊക്കെ ഇടയ്ക്ക് ഞാൻ പറയാൻ വിട്ടുപോയതായിരുന്നു. നല്ല രുചിയായിരുന്നു. ചക്കയുടെ നല്ല ഫ്ലേവറുമായിട്ട് നല്ല രുചിയാണ്.